നമസ്കാരം. ചെമ്പനീർ പൂവിന്റെ വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി കിടിലൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന ഒരു നിർണായക വഴിത്തിരിവിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. ഇത്തവണ ശ്രുതിയുടെയും ശ്രുതിയുടെയും ചതികളെല്ലാം നമ്മുടെ സച്ചി കയ്യോടെ പിടികൂടാൻ പോവുകയാണ്. കാരണം മറ്റൊന്നുമല്ല, നീലിമ ഇപ്പോൾ കടന്നു വന്നിരിക്കുകയാണല്ലോ. സച്ചിയുമായി സംസാരിച്ച ശേഷം നീലിമ യാദൃച്ഛികമായി സച്ചിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. സച്ചിയുടെ വീടെന്ന് കരുതി നീലിമ ചെന്നെത്തുന്നത് ശ്രുതിയുടെ കൂടെ വീട്ടിലേക്കാണല്ലോ. അവിടെ വെച്ച് നീലിമ എല്ലാ യാഥാർത്ഥ്യങ്ങളും തുറന്നു പറയുകയാണ്. രവിയുടെയും സച്ചിയുടെയും മുന്നിൽ ശ്രുതിയുടെ രഹസ്യങ്ങളെല്ലാം നീലിമ വെളിച്ചത്ത് കൊണ്ടുവരുന്നു. എന്തായാലും എല്ലാം അറിഞ്ഞതോടെ സച്ചി ശ്രുതിയെയും ഒക്കെ വലിച്ചു കീറുന്നുണ്ട്. അത്തരം ആകാംക്ഷ നിറഞ്ഞ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ചെമ്പനീർ പൂവ് സീരിയൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ. അങ്ങനെ സച്ചിയെ ഓട്ടത്തിന് വിളിക്കാമെന്ന് പറഞ്ഞ് നീലിമ നാട്ടിലെത്തിയതിന് പിന്നാലെ രേവതിക്ക് കാലൊടിഞ്ഞ 6 ആഴ്ചത്തെ പൂർണ്ണ വിശ്രമം ആവശ്യമായി വന്നത് വീട്ടിൽ വലിയ പ്രശ്നമുണ്ടാക്കി. വീട്ടുജോലിയും അതുപോലെ രേവതിയെ പരിചരിക്കലും ഒക്കെ തന്റെ ചുമലിലാകുമെന്ന് ഭയന്ന ചന്ദ്രയാകട്ടെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴി തേടുന്നതിനിടയിലാണ് ഭാമയോടൊപ്പം 2 ആഴ്ചത്തെ തീർത്ഥയാത്രയ്ക്ക് പോകാൻ ചന്ദ്രയ്ക്ക് അവസരം ലഭിക്കുന്നത്. രവീന്ദ്രനോട് കുടുംബത്തിന്റെ കഷ്ടകാലം മാറാനും മക്കളുടെ നന്മയ്ക്കുമാണ് താൻ ക്ഷേത്ര ദർശനത്തിന് പോകുന്നത് എന്ന് പറഞ്ഞ് സമ്മതം വാങ്ങി ചന്ദ്ര രേവതിയെ സച്ചി നോക്കിക്കോളും, തനിക്ക് ഇവിടെ കിടന്ന് കഷ്ടപ്പെടാൻ വയ്യ എന്ന ആശ്വാസത്തോടെ വീട്ടിലെ ജോലിയെക്കുറിച്ചോ രേവതിയെക്കുറിച്ചോ ഓർക്കാതെ തീർത്ഥയാത്രയ്ക്കെന്നും പറഞ്ഞ് പോവുകയും ചെയ്തു. എന്തായാലും രേവതിയുടെ പരിക്കിനെ തുടർന്ന് വീട്ടിലെ കാര്യങ്ങൾ അവതാളത്തിലായതോടെ ഈ തക്കം നോക്കി ചന്ദ്ര തീർത്ഥയാത്രയ്ക്ക് പോയത് വീട്ടിലെ പ്രതിസന്ധി രൂക്ഷമാക്കി. ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയ ശ്രുതിക്കും അടുക്കളയിൽ ഭക്ഷണം കാണാതായപ്പോൾ രേവതിക്കും അച്ഛനും വേണ്ടി മാത്രം കഞ്ഞുണ്ടാക്കിയ സച്ചിയുമായി അവർ പിന്നീട് വാക്കുതർക്കത്തിലേർപ്പെടുന്നു. ആരോഗ്യത്തോടെ ഇരിക്കുന്നവർ സ്വന്തമായി പാകം ചെയ്യണമെന്ന് പറഞ്ഞ് സച്ചി അവരോട് തട്ടിക്കയറി. രേവതിയുടെ അധ്വാനത്തിന് വിലയില്ലാതിരുന്ന കാലത്തെക്കുറിച്ചും ഓർമ്മിപ്പിച്ചു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ മറ്റു മരുമക്കൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ നിവൃത്തിയില്ലാതെ ചായയും ഉപ്പുമാവും ഒക്കെ ഉണ്ടാക്കാൻ നോക്കിയ രവീന്ദ്രനെ തടഞ്ഞ് സച്ചി പിന്നീട് ആ വീട്ടിലെ പ്രധാന പാചകക്കാരനായി മാറി. ഈ അവസ്ഥയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ചന്ദ്രയുടെ ഒളിച്ചോട്ടവും മരുമക്കളുടെ അനാസ്ഥയും മനസ്സിലാക്കിയ അച്ചമ്മ ഉടനെ തന്നെ വീട്ടിലേക്ക് വരാൻ തീരുമാനിച്ചു. രേവതി സുഖം പ്രാപിക്കുന്നതുവരെ താൻ കാര്യങ്ങൾ നോക്കാമെന്നും മടങ്ങി വരുമ്പോൾ ചന്ദ്രയെ കൈകാര്യം ചെയ്യാമെന്നും ഉറപ്പ് നൽകിയ അച്ചമ്മയുടെ വരവോടെ സച്ചിക്ക് തന്റെ ട്രിപ്പിന് പോകാൻ വീണ്ടും സാധിച്ചു. എന്തായാലും അപ്രതീക്ഷിതമായ ഒരു ദിവസമാണ് നീലിമ സച്ചിയെ വിളിക്കുന്നത്. ക്ഷണിച്ച ഉടൻ തന്നെ സച്ചി യാത്ര തിരിക്കാൻ തയ്യാറെന്ന മട്ടിൽ ഞാനിപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വരാം എന്ന് ഉറപ്പ് കൊടുത്തു. പിന്നീട് നീലിമയുടെ അടുത്തേക്ക് ഓട്ടത്തിനെന്നോണം സച്ചി എത്തിച്ചേർന്നു. അങ്ങനെ നീലിമയെയും കൊണ്ട് ട്രിപ്പിന് പോകുമ്പോൾ ആ യാത്രയിൽ നീലിമയുമായി കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ സച്ചിക്ക് അവസരം ലഭിച്ചു. സംസാരത്തിനിടെ സച്ചി തന്റെ കുടുംബകാര്യങ്ങൾ നീലിമയോട് വെളിപ്പെടുത്തി. എന്റെ ഭാര്യയ്ക്ക് ഒരു അപകടം പറ്റിയെന്നും ഇപ്പോൾ വീട്ടിൽ കിടപ്പാണെന്നും നോക്കാൻ ആരുമില്ലായിരുന്നു, ഭാഗ്യത്തിന് ഇപ്പോൾ അമ്മൂമ്മ വന്നിട്ടുണ്ട് എന്നെല്ലാം വിഷമത്തോടെ സച്ചി പറയുന്നുണ്ടായിരുന്നു. എന്നാൽ അതറിയുന്നതും നീലിമ പിന്നെ ചന്ദ്രമതിയെ പറ്റി ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അമ്മയും ഭാര്യയുമായിട്ട് അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ലെന്നും അത് അമ്മയുടെ ഒരു പ്രത്യേക സ്വഭാവമാണ്, അതുകൊണ്ട് ഈ ഒരു സമയം നോക്കി തന്നെ അവർ തീർത്ഥാടനത്തിന് പോയിരിക്കുകയാണ്. നീലിമയാണെങ്കിലും അപ്പോൾ കൊള്ളാമല്ലോ, ഇങ്ങനെയുമുണ്ടോ ഒരമ്മ എന്നിങ്ങനെ ആശ്ചര്യം പ്രകടിപ്പിച്ചു. തുടർന്ന് സച്ചിക്ക് മറ്റു സഹോദരങ്ങളുണ്ടോ എന്ന നീലിമയുടെ ചോദ്യത്തിന് ഉണ്ടെന്നും 2 പേരുണ്ട് എന്നായിരുന്നു സച്ചി മറുപടി കൊടുത്തത്. മൂത്ത സഹോദരനെ പറ്റി പറയുകയാണെങ്കിൽ അവനൊരു വലിയ ബിസിനസ് നടത്തുന്നുണ്ട്. പക്ഷേ പേര് പോലെ തന്നെ അവനൊരല്പം കള്ളനാണ്. അവന്റെ കയ്യിലുള്ളതെല്ലാം കള്ളപ്പണമാണ്. അവന്റെ ഭാര്യയാണെങ്കിലോ അവളൊരു മലേഷ്യക്കാരിയാണ്. അവരുടെ അച്ഛനും അമ്മയും എല്ലാം മലേഷ്യയിലാണ് താമസം. പക്ഷേ അവളെ ഒട്ടും വിശ്വസിക്കാനാവില്ല. വലിയ ചതിയുള്ള കൂട്ടത്തിലാണ്. സത്യസന്ധമായി അവളൊന്നും പറയുകയില്ല. ഇങ്ങനെയെല്ലാം ശ്രുതിയെയും കുറിച്ചൊക്കെ വിശദീകരണം കൊടുക്കുന്നുണ്ട് സച്ചി നീലിമയ്ക്ക്. പിന്നെ ഇളയ സഹോദരനും ഭാര്യയും അവരിരുവരും ജോലി ചെയ്യുകയാണ്. അതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങൾക്കോ അടുക്കള ജോലികൾക്കോ അവർക്ക് തീരെ സമയമില്ല. അതുകൊണ്ട് ആരും അടുക്കളയിലേക്ക് തിരിഞ്ഞു നോക്കാറുമില്ല എന്നൊക്കെ സച്ചി കൂട്ടിച്ചേർത്തു. വീട്ടിലെ എല്ലാ ജോലികളും രേവതിയായിരുന്നു ചെയ്തിരുന്നത് എന്നുകൂടെ സച്ചി അറിയിക്കുന്ന കേൾക്കുമ്പോൾ നീലിമ പറയുന്നുണ്ട്, അത്ഭുതം തന്നെ, ഈ കാലത്തും എല്ലാ ജോലിയും ചെയ്ത് അടുക്കളയിൽ കയറി ത്യാഗം സഹിക്കുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ടോ? അങ്ങനെയുള്ളവര് വളരെ ചുരുക്കമാണ്. പക്ഷേ രേവതി അവരിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തയാണ്. അവൾക്ക് വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അതിലുപരി അവൾ സ്വന്തമായ ഒരു ചെറിയ ബിസിനസ് നടത്തുന്നുണ്ട്. സച്ചി ഇങ്ങനെയെല്ലാം രേവതിയെക്കുറിച്ച് അഭിമാനത്തോടെ സംസാരിക്കുമ്പോൾ രേവതിയുടെ കഴിവിനെ കേട്ടപ്പോൾ നീലിമയ്ക്കാണെങ്കിലും രേവതിയെപ്പറ്റി കൂടുതൽ അറിയാൻ ആകാംക്ഷ വർദ്ധിച്ചു. രേവതി എന്ത് ബിസിനസ്സാണ് നടത്തുന്നതെന്നൊക്കെ സച്ചിയോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ സച്ചി പറഞ്ഞു അവള് പൂക്കൾ കൊണ്ടുള്ള കച്ചവടമാണ് ചെയ്യുന്നത്. മാലകൾ ഉണ്ടാക്കി വീടുകളിലും കടകളിലും ഒക്കെ കൊണ്ടുപോയി കൊടുക്കും. അതൊരു നല്ല വരുമാന മാർഗമാണ്. അത്യാവശ്യം പണം അവൾ അതിലൂടെ കണ്ടെത്തുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും നീലിമയാണെങ്കിലും പറയുന്നുണ്ട് വീട്ടിലെ മുഴുവൻ ജോലിയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ സ്വന്തമായി പണം സമ്പാദിക്കുകയും ചെയ്യുന്ന രേവതി ഒരു മിടുക്കി തന്നെയാണ്. എനിക്ക് അവളെ ഒന്ന് നേരിൽ കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് എന്ന്. സച്ചിയാണെങ്കിലും സന്തോഷത്തോടെ അപ്പം മറുപടി നൽകി. തീർച്ചയായും
നീലിമയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ഞങ്ങളുടെ വീട്ടിലേക്ക് വരാം. ഞാൻ വിലാസം നൽകാം. നിങ്ങൾക്ക് രേവതിയെ കാണും. നടക്കാൻ സാധിക്കുന്ന അവസ്ഥയിലായിരുന്നെങ്കിൽ ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നേനെ. പക്ഷേ ഇപ്പോൾ അവൾക്ക് സുഖമില്ലാതെ കിടക്കുകയല്ലേ. ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് തറയിൽ കാല് കുത്തരുതെന്നാണ്. അതൊന്നും സാരമില്ല സച്ചി, ഞാൻ അങ്ങോട്ട് തന്നെ വന്ന് രേവതിയെ കണ്ടോളാം എന്നിങ്ങനെ നീലിമയും ഉറപ്പ് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ അച്ചമ്മ രവീന്ദ്രനെ ചെന്ന് കാണുകയാണ്. നല്ല ദേഷ്യത്തോടു കൂടി തന്നെ അച്ചമ്മ രവീന്ദ്രനോട് പറയാ, എടാ രവി, നീ എന്തിനാടാ ചന്ദ്ര ഇപ്പൊ പോകാൻ അനുവദിച്ചത്? നീ ഇങ്ങനെ ആയിപ്പോയല്ലോ. രേവതി മോള് കിടക്കുന്നത് നീ കാണുന്നില്ലേ? അവളെ ശ്രദ്ധിക്കാൻ ആരും വേണ്ടേ? ഈ ഒരു അവസരത്തില് ചന്ദ്രയ്ക്ക് പോകാമോ എന്നൊക്കെ അച്ചമ്മ ഇങ്ങനെ ദേഷ്യത്തോടെ പറയുന്നത് കേട്ടിട്ട് രവി അച്ചമ്മയോട് പറയുന്നുണ്ട്, അമ്മയ്ക്ക് ചന്ദ്രയുടെ വാശി അറിയാലോ. പോകണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവള് പോയിരിക്കും. വീട്ടിലെ ഈ ദുരിതങ്ങളും അപകടങ്ങളും എല്ലാം കഷ്ടകാലം കൊണ്ടാണെന്നാണ് ചന്ദ്ര പറയുന്നത്. ആ കഷ്ടകാലം മാറാനാണ് അവൾ അമ്പലങ്ങളിലും മറ്റും തീർത്ഥാടനം നടത്തുന്നത്. അതൊരു നല്ല കാര്യമല്ലേ അമ്മേ? അപ്പൊ ഞാൻ എങ്ങനെ വേണ്ടത് പറയും? എന്നാൽ അച്ചമ്മ പറയുന്നുണ്ട് തിരിച്ച്, ഓ നീ ഒന്നും പറയണ്ട, അവൾ ഇങ്ങോട്ട് വരട്ടെ. അവൾ ഇതൊക്കെ മനഃപൂർവ്വം ചെയ്തതാ. അതുപോലെ തന്നെ നിന്റെ മൂത്ത മകനും ഭാര്യയും അവരും വലിയ കള്ളന്മാരും കള്ളികളുമാണ്. അവരും ഇങ്ങോട്ട് വരട്ടെ, ഞാൻ വെച്ചിട്ടുണ്ട്. പിറ്റേന്ന് നീലിമ സച്ചിയെ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചു. എന്നാൽ പലതവണ വിളിച്ചിട്ടും സച്ചിയെ കിട്ടിയില്ല. അത് നീലിമയെയും നിരാശപ്പെടുത്തി. എന്തുകൊണ്ടാണ് സച്ചി ഫോൺ എടുക്കാത്തത്? എനിക്കാണെങ്കിൽ അത്യാവശ്യമായ ഒരിടം വരെ പോകേണ്ടതുണ്ടായിരുന്നല്ലോ എന്നിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്. മറ്റൊരു ടാക്സി വിളിക്കാമെങ്കിലും ദീർഘദൂര യാത്രയാണെങ്കിൽ സച്ചിയോടൊപ്പം പോകുന്നതാണ് സുരക്ഷിതമെന്ന് നീലിമയ്ക്ക് തോന്നി. ഒടുവിൽ അവൾ സച്ചി നൽകിയ ആ ഒരു വിലാസം ഉണ്ടല്ലോ, അത് ഓർത്തെടുത്തു. ശേഷം ഒരു ഓട്ടോ വിളിച്ച് സച്ചിയുടെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുകയാണ് നീലിമ. അതേസമയം സച്ചിയാണെങ്കിൽ വീട്ടിൽ രേവതിയുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നിൽക്കുകയായിരുന്നു. ഫോൺ സൈലന്റ് മോഡിലായിരുന്നതിനാലാണ് നീലിമയുടെ കോളുകൾ സച്ചി അറിയാതിരുന്നത്. വർഷയും ശ്രുതിയും ശ്രീകാന്തും എല്ലാവരും ആ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്ര മാത്രം തീർത്ഥാടനം കഴിഞ്ഞ് അപ്പോഴും എത്തിയിട്ടില്ല. എന്തായാലും കൃത്യസമയത്ത് നീലിമ സച്ചിയുടെ വീട്ടുമുറ്റത്ത് ഓട്ടോയിൽ നിന്നിറങ്ങി. അവൾ കോളിംഗ് ബെൽ അടിച്ചു. വാതിൽ തുറന്ന സച്ചി നീലിമയെ കണ്ടപ്പോൾ ഒന്ന് അമ്പരന്നു. ഓ നീലിമയോ? നീലിമ എന്താണ് ഇങ്ങോട്ട് വന്നത്? ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിരുന്നതല്ലേ? അപ്പൊ നീലിമ പറയാണ്, അല്ല സച്ചി, രാവിലെ മുതലേ ഞാൻ നിങ്ങളെ വിളിക്കാൻ ശ്രമിച്ചു, പക്ഷേ ഫോൺ എടുത്തില്ല. എനിക്കൊരു ദീർഘദൂര യാത്രയ്ക്ക് പോകേണ്ടതുണ്ട്. നിങ്ങൾ ഫോൺ എടുക്കാത്തത് കൊണ്ട് ഈ വിലാസം നോക്കി ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. അല്ല, വന്നതുകൊണ്ട് നിങ്ങളുടെ ഭാര്യ രേവതി എനിക്കൊന്ന് കാണുകയും ചെയ്യാമല്ലോ. അപ്പോഴേക്കും സച്ചിയാണെങ്കിൽ സന്തോഷത്തോടെ, അതിനെന്താ, വാ അകത്തേക്ക് വാ, രേവതി ഈ മുറിയിലാണ് എന്ന് പറഞ്ഞ് നീലിമയെ അകത്തേക്ക് ക്ഷണിക്കുകയാണ്. അങ്ങനെ രേവതി കിടക്കുന്ന മുറിയിൽ പ്രവേശിച്ചപ്പോൾ നീലിമയുടെ ശ്രദ്ധ പെട്ടെന്ന് ഭിത്തിയിലിരുന്ന ഒരു ഫോട്ടോയിലാണ് പതിഞ്ഞത്. അത് വേറൊന്നുമല്ല, ശ്രുതിയുടെയും ശ്രുതിയുടെയും ചിത്രമായിരുന്നു. ശ്രുതിയെ കണ്ടിട്ട് ആകെ ഷോക്ക്ഡ് ആവുന്നുണ്ട് നീലിമ. ശേഷം സച്ചിയോട് ചോദിക്കുകയാണ് ഇത് ആരാണെന്ന്. സച്ചി നീലിമയെ അറിയിക്കുന്നുണ്ട്, ഇതാണ് എന്റെ ഏട്ടൻ. ഇപ്പൊ വലിയ ബിസിനസ്സുകാരനുമാണ്, എന്നാലേ ഒരു പെരും കള്ളനുമാണ് അവൻ. അല്ല, ഇയാളെ നീ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് സച്ചി ചോദിക്കുമ്പോ, ഓ ഇതാണല്ലേ ഏട്ടൻ, എനിക്കറിയാം സച്ചിയുടെ ഈ ഏട്ടനെ. നീലിമയ്ക്ക് അപ്പോഴേക്ക് എത്രയും പെട്ടെന്ന് സച്ചിയുടെ വീട്ടിൽ നിന്നും എസ്കേപ്പ് ആവണമെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ സച്ചിയോട്, എന്നാ പിന്നെ വാ സച്ചി, നമുക്ക് പോകാം, ഇങ്ങനെയും പറഞ്ഞ് പോകാനായിട്ട് തിടുക്കം കാട്ടുമ്പോൾ സച്ചിയാണെങ്കിലും ട്രിപ്പിനായിട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ സച്ചിയും നീലിമയും കൂടെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് കേട്ടോ ശ്രുതിയെയും മറ്റുള്ളവരെയും ഒക്കെ കാണുന്നത്. നീലിമയെ തന്റെ വീട്ടിൽ കാണുന്നതും ശ്രുതി ആകെ ഞെട്ടിപ്പോകുന്നു. ദേഷ്യത്തോടെ നീലിമയുടെ അടുത്ത് ചെന്നിട്ട്, നീയോ, നീ എന്തിനാടി ഇവിടെ വന്നത്? എടി പെരുങ്കള്ളി, എന്തിനാടി നീ എന്റെ വീട്ടിൽ വന്നത്? നീലിമയാണെങ്കിലും ദേഷ്യത്തോടെ തന്നെ പറയുന്നുണ്ട് തിരിച്ച്, നീ എന്തിനാ എന്നെ പെരുങ്കള്ളി എന്നെല്ലാം വിളിക്കുന്നത്? ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിന്നൊന്നും മോഷ്ടിച്ചിട്ടില്ലല്ലോ. മോഷ്ടിച്ചതല്ല, ഞാൻ തിരിച്ചു തന്നിട്ടുമുണ്ട്. എന്തായാലും നീലിമ അങ്ങനെ പറയുമെന്ന് ഒരിക്കലും കരുതിയില്ല. ഇവിടെ കൈകളൊക്കെ വിറയ്ക്കുന്നുണ്ട്. കാരണം മോഷ്ടിച്ച പണം നീലിമ തിരികെ നൽകിയ കാര്യം ശ്രുതി വീട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. ഏതായാലും ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ശ്രുതി ആകെ അങ്കലാപ്പിലാകുന്നു. പഴയ കാര്യങ്ങളെല്ലാം ഇനി എല്ലാവരും അറിയല്ലോ എന്നോർത്ത് പേടിച്ച് നിൽക്കുമ്പോൾ സച്ചി ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സച്ചി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയുമെന്ന്. അപ്പൊ നീലിമയാണ് പറയുന്നത്, പിന്നെ അറിയാതിരിക്കുന്നത് എങ്ങനെ? ഇവൻ എന്റെ പഴയ ഫ്രണ്ടായിരുന്നല്ലോ. ഞാൻ കാനഡയ്ക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് എന്നിങ്ങനെ നീലിമ പറഞ്ഞു പൂർത്തിയാക്കും മുമ്പേ ശ്രുതി നീലിമയെ തടസ്സപ്പെടുത്തി. ശ്രുതി പിന്നീട് സച്ചിയെ ബോധ്യപ്പെടുത്താനെന്നോണം നീലിമയോട് മനഃപൂർവ്വം ദേഷ്യം അഭിനയിച്ചൊക്കെ സംസാരിക്കുകയാണ്. പൈസ തന്നിട്ടില്ല എന്നുള്ള രീതിയിൽ. നീ എന്റെ പണം കൈക്കലാക്കി കാനഡയിലേക്ക് കടന്നു കളഞ്ഞ മഹതിയല്ലേ? കൊള്ളാം നീലിമേ, ആ 55 ലക്ഷം രൂപ എന്റെ അച്ഛന്റെ പെൻഷൻ ലഭിച്ച തുകയായിരുന്നു. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് നീ ആ പണം ഇവിടെ തിരിച്ചേൽപ്പിച്ചിട്ട് പോയാൽ മതി. ശ്രുതിയുടെ നമ്പറുകളൊക്കെ നീലിമയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നീലിമ ശാന്തയായിട്ട് തന്നെ പറയും,
ആ പണം ഞാൻ കൊണ്ടുപോയി എന്നുള്ളത് സത്യമാണ്. എന്നാലേ അത് നിങ്ങൾ എന്നെ ചതിച്ചതിന് പകരമായി ഞാൻ ചെയ്തതാണ്. അതുകൊണ്ട് ആ തുക ഇനി ഇവിടെ തിരികെ നൽകാൻ കഴിയില്ല എന്ന്. സച്ചിയാണെങ്കിലും അങ്ങനെ ഞെട്ടലോടെ ആ സത്യം മനസ്സിലാക്കുകയാണ്. സുധിയെ പറ്റിച്ച് കടന്നു കളഞ്ഞ ആ നീലിമ ഇതാണെന്ന്. സച്ചിയാണെങ്കിൽ എന്നിട്ട് ഇടപെടുന്നുണ്ട്. അങ്ങനെ പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? നീ ഞങ്ങളുടെ പണം മോഷ്ടിച്ചതാണ്, അത് തിരികെ താ. എന്തായാലും പിന്നീട് നീലിമ എല്ലാ സത്യങ്ങളും തുറന്നു പറയാണ് കേട്ടോ. കഴിഞ്ഞ തവണ ഞാനിവിടെ വന്നപ്പോ ദേ ഇവനും ഇവന്റെ ഭാര്യയും ചേർന്ന് ആ പണം എന്നിൽ നിന്ന് ബലം പ്രയോഗിച്ച് വാങ്ങിയിരുന്നു. അതിന്റെ കരാർ പത്രം അവർ ഒപ്പിട്ട് തന്നിട്ടുമുണ്ട്. അതെന്റെ വീട്ടിലുണ്ട്, വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതെങ്ങോട്ട് അറിയുന്നതും സച്ചി ഞെട്ടലോടെ നമ്മുടെ സുധിയെ അങ്ങനെ തുറിച്ചു നോക്കുകയാണ്. സുധിയാണെങ്കിൽ നിന്ന് വിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ബിസിനസ് തുടങ്ങിയത് എന്നൊക്കെ ഇങ്ങനെ വിക്കി കാര്യങ്ങൾ ഏറ്റു പറഞ്ഞു. സച്ചിക്ക് ദേഷ്യം നിയന്ത്രിക്കാനാവുന്നില്ല. സുധിയോട് വന്നിട്ട് ചോദിക്കുകയാണ്, അപ്പൊ നീ ബിസിനസ് തുടങ്ങിയത് ഭാര്യയുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് അയച്ചു തന്ന പണം കൊണ്ടാണെന്നല്ലേ അന്ന് പറഞ്ഞിരുന്നത്? ഈ പണം കിട്ടിയ വിവരം നീ അച്ഛനെ അറിയിച്ചോ? അച്ഛന്റെ കയ്യിൽ നിന്ന് പോയ പണമല്ലേ ഇത്? അത് നഷ്ടപ്പെട്ടല്ലോ എന്ന് ഓർത്ത് അച്ഛൻ വിഷമിച്ചിരിക്കുമ്പോഴും നീയും ഭാര്യയും ചേർന്ന് അത് കൈക്കലാക്കി ഉപയോഗിച്ചു അല്ലേ? എന്നിട്ട് ഞങ്ങളെ എല്ലാവരെയും കബളിപ്പിച്ചു. ഇത് എന്നെങ്കിലും പുറത്തു വരില്ലെന്ന് നീ വിശ്വസിച്ചിരുന്നോ? കള്ള. ദൈവം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നീലിമ വന്നതും ഈ സത്യങ്ങളെല്ലാം പുറത്തു വന്നതും. അപ്പോഴേക്കും നീലിമയും പറയുന്നുണ്ട്, ഓ ഇവൻ ആ പണം ഇവിടെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടാവില്ല അല്ലേ? ഇവൻ അല്ലെങ്കിലും പണ്ടേ പെരും കള്ളനാണല്ലോ. ആ പണം സ്വന്തമായി മുടക്കിയിരിക്കും. ഞാൻ കൊടുക്കാനുള്ളത് എന്തായാലും കൊടുത്തു തീർത്തിട്ടുണ്ട്. അതിന്റെ രേഖകളും എന്റെ കയ്യിലുണ്ട്. സച്ചി പിന്നെ സുധിയുടെ നേർക്ക് പാഞ്ഞെടുത്തുകൊണ്ട് ഇവിടെ വയ്ക്കണം നീ ആ പണമെന്ന് പറഞ്ഞ് അലറുകയാണ്. അച്ഛന്റെ 55 ലക്ഷം രൂപ നീ ഇവിടെ വയ്ക്കണം. നിനക്ക് കിട്ടാനുള്ളത് നീ എടുത്തോ, പക്ഷേ അച്ഛനും ഞങ്ങൾക്കും അവകാശപ്പെട്ട തുക ഇവിടെ തന്നെ വേണം. നിന്റെ ഭാര്യ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന പണം കൊണ്ടാണല്ലോ ബിസിനസ് തുടങ്ങിയതെന്ന് പറഞ്ഞത്. ഇവളും അതിന് കൂട്ടുനിന്നു. നിന്റെ അച്ഛൻ ശരിക്കും മലേഷ്യക്കാരൻ തന്നെയാണോടി എന്ന് പറഞ്ഞ് ശ്രുതിയോടും പൊട്ടിത്തെറിക്കുന്നുണ്ട് നമ്മുടെ സച്ചി. ഇതേസമയം രവീന്ദ്രനാണെങ്കിൽ കാര്യങ്ങളെല്ലാം അറിയുമ്പോഴേക്കും വിഷമത്തോടെ വന്നിട്ട് സുധിയോട് പറയാണ്, സുധി നീ ഇങ്ങനെ ഒരിക്കലും ചെയ്യരുതായിരുന്നു. ആ പണം നഷ്ടപ്പെട്ടപ്പോ ഞാൻ എത്രമാത്രം ദുഃഖിച്ചു എന്ന് നിനക്ക് അറിയാമോ? എത്ര വർഷം ഞാൻ വണ്ടി ഓടിച്ച് സമ്പാദിച്ച പണമായിരുന്നു അത് വെറുതെ നഷ്ടപ്പെട്ടല്ലോ എന്നോർത്ത് ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. നിനക്ക് പണത്തിന് ആവശ്യമുണ്ടായിരുന്നെങ്കിൽ നിനക്കത് എന്നോട് തുറന്നു പറയാമായിരുന്നല്ലോ. ആ പണം ലഭിച്ചപ്പോൾ തന്നെ നിനക്ക് ബിസിനസ് തുടങ്ങാനുള്ള തുക ഞാൻ തന്നേനെ. ഇങ്ങനെ കള്ളത്തരം കാണിക്കരുത്. പിന്നെ ആ പണത്തില് സച്ചിക്കും അതുപോലെ ശ്രീകാന്തിനും എല്ലാം അവകാശമുണ്ട്. നീ ഇങ്ങനെ ഒരു വഞ്ചകനാവരുത്. സച്ചി നിന്നെ പെരുങ്കള്ളൻ എന്ന് വിളിച്ചതില് തെറ്റൊന്നുമില്ല. അപ്പോഴേക്കും നമ്മുടെ അച്ചമ്മയും അവിടേക്ക് എത്തുന്നുണ്ട്. ഓ അപ്പൊ ഇങ്ങനെയുള്ള ചില രഹസ്യ കളികൾ കൂടെ ഇവിടെ നടന്നിരുന്നല്ലേ? ഇതെല്ലാം ഞാൻ പുറത്തു കൊണ്ടുവന്ന ശേഷം മാത്രമേ ഇവിടെ നിന്ന് പോകൂ എന്ന് തീർത്ത് പറയുന്നുണ്ട് അച്ചമ്മ.